ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂർ. അപ്പോൾ റിലീസ് സിനിമകളുടെ തമ്പുരാൻ എന്തായാലും ലാലേട്ടൻ തന്നെയാണ്. കാരണം എന്താണെങ്കിൽ ലാലേട്ടൻ്റെ ഇപ്പോൾ അടുത്തിറങ്ങിയുള്ള റിലീസ് സിനിമകളൊക്കെ ഗംഭീര വിജയം കൈവരിച്ചു. മമ്മൂക്കയുടെ റിലീസ് സിനിമകൾ കാര്യമായിട്ടൊന്നും ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അത് പിന്നെങ്കിലും ഇത്തിരി ഭേദമെന്ന് പറയുന്ന ഒരു വടക്കൻ വീരകാർ മാത്രമായിരുന്നു. മറ്റുള്ള സിനിമകളൊക്കെ വലിയ രീതിയിലൊന്നും വിജയിച്ചില്ല, തിയേറ്ററിൽ വിജയിച്ചില്ല. അതിൽ ഒന്നാമത് കാരണം ആദ്യം തന്നെ സിനിമ പാതിരാ കൊലപാതകം എന്ന സിനിമയാണ്. പാതിരാ കൊലപാതകം എന്ന സിനിമ തിയേറ്ററിലോ കളിക്കാത്ത സിനിമയാണ്. നല്ലൊരു സിനിമയാണ് എങ്കിലും ധാരാളം അവാർഡുകളും റെക്കഗ്നേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് തിയേറ്ററിൽ കളിക്കാത്ത സിനിമ. കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയല്ല. അതുകൊണ്ട് ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് സിനിമ മാത്രം, അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമേ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണാൻ സാധ്യതയുള്ളൂ. പിന്നീട് വന്ന സിനിമ എന്ന് പറയുമ്പോൾ ആവനാഴി എന്ന സിനിമ. ആവനാഴി എന്ന സിനിമ 1985 ഇറങ്ങിയുള്ള സിനിമയാണ്. ആ സിനിമ വേറൊരു കാലഘട്ടത്തിലെ സിനിമയാണ്. 1985 കാലഘട്ടത്തിലെ സിനിമയാണ്. അതും ഈ പറഞ്ഞ പോലെ അന്ന് ഗംഭീര സിനിമയാണെങ്കിലും അത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ വയസ്സായിരുന്നല്ലോ സിനിമയ്ക്ക് റിലീസ് സിനിമകൾ കാണാൻ പോകുക. അധികം ചെറുപ്പക്കാരായിരിക്കും, അവർക്കൊന്നും അധികം ആ സിനിമ പിടിക്കാൻ സാധ്യത. ഒരു ഐഡിയ ഇല്ലാണ്ട് സിനിമ ഇറക്കിയ രണ്ട് സിനിമകൾ. പിന്നെ വല്യേട്ടൻ എന്ന സിനിമ. വല്യേട്ടൻ എന്ന സിനിമ ഈ പറഞ്ഞപ്പോൾ തന്നെ 2,99,999 തവണ കൈരൽ ടി വിയിലും മറ്റുള്ള ടി വിയിലൊക്കെ കാണിച്ചിട്ടുള്ള സിനിമയാണ്. അങ്ങനെ കാണാത്തവരും ആരുടെ ഇല്ല. എന്നാൽ വാച്ച് ചെയ്യാൻ പറ്റാവുന്ന ഗംഭീര സിനിമയൊന്നുമല്ല. അത് ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു സിനിമ എന്ന് മാത്രം. ഹിറ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, പക്ഷേ അതിഗംഭീര സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് സിനിമകൾ, മമ്മൂക്കയുടെ സിനിമകൾ പറയും. പിന്നെ വടക്കം വീരഗാഥയാണ് ക്ലാസിക് സിനിമ. പക്ഷേ ആ ക്ലാസിക് സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാതെ ചെറിയ പിള്ളേർക്കും, ഇന്നത്തെ ജനറേഷൻ പിള്ളേർക്കും അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്കും അത് പോയി കാണാനുള്ളൊരു ഇതുണ്ടാവില്ല. കാരണം സിനിമേനെ മാത്രം സ്നേഹിക്കുന്നവർക്കും മമ്മൂക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് ആ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുക. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ റിലീസ് സിനിമകൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരുന്നത് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന കോമഡി സിനിമകളും ആയിട്ടുള്ള, മമ്മൂക്ക കോമഡി ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ള ആർട്ടിസ്റ്റുകൾ കോമഡി ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ആകുമ്പോൾ പിന്നെയും കൂടുതൽ വീണ്ടും വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളല്ല മമ്മൂക്കയുടെ വന്നത് എന്നൊരു വലിയ ഡ്രോബാക്കാണ്. പക്ഷേ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ സ്ഫടികം എന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലും കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ് സ്ഫടികം എന്ന സിനിമ. അതുപോലെ ദേവദൂതൻ എന്ന സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ വിജയിച്ചില്ല എങ്കിലും അതിൽ നല്ല നല്ല ഗാനങ്ങളും അതിൽ പിന്നീട് പലരും ടി വിയിലും മറ്റുള്ള ഇതിലൊക്കെ കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് തിരിച്ചു വന്നപ്പോൾ ആളുകൾ കാണാൻ ശ്രമിച്ചു. അതുപോലെ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ക്ലാസിക് ഗ്രീൻ ക്ലാസിക് മൂവിയാണ്. അതും ഗംഭീര വിജയമായിട്ടുള്ള രീതിയിലൊന്നും ആയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തിരക്കൊക്കെ അടിച്ച് കയറിയത് ചോട്ടാ മുംബൈ ഒരിക്കലും വിജയിക്കാത്ത സിനിമയ്ക്കായിരുന്നു.